പേരിനും പെരുമക്കും പ്രശസ്തിക്കൊന്നുമല്ല. പൊതുവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ അങ്ങനെ ആയിപ്പോയി. പേരിന് വേണ്ടി പിന്നെ ഫ്ലക്സ് അടിച്ച് വലിയ ഫോട്ടോ വെച്ച് താക്കോൽദാനം മറ്റ് പാർട്ടികൾ നടത്തുമ്പോൾ ആവശ്യം വരും. ഒരു പാർട്ടിക്കാർ നടത്തുകയാണ്, അല്ലെങ്കിൽ ജനകീയമായി ഫണ്ട് വിരിക്കുകയാണ്, അപ്പോൾ ഒരു പക്ഷേ അത് സുതാര്യതയ്ക്ക് ആവശ്യം വന്നേക്കാം. ആളുകളൊക്കെ പിരിവെടുത്ത സ്ഥിതിക്ക് അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന ആളുകളെ ബോധ്യപ്പെടുത്തൽ ആവശ്യമുണ്ടാവും. എന്നാൽ അതിനപ്പുറത്ത് ചെറിയ ചെറിയ സഹായം ചെയ്യുമ്പോഴേക്ക് പേപ്പറിൽ ഫോട്ടോ വരലും ഓനെപ്പറ്റി വലിയ മധു പറയലും അതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിലും ഓക്കെ. നമ്മൾ അത് എല്ലാ ഘട്ടത്തിലും മോശമെന്ന് പറഞ്ഞുകൂടാ, എല്ലാ ഘട്ടത്തിലും അത് മോശമാണ് പറഞ്ഞുകൂടാ. ചിലപ്പോൾ മറ്റുള്ള ആൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയായിരിക്കും. ഒരാൾ ചെയ്തു, അത് കണ്ട് വേറെ കുറേ ആളുകൾ ചെയ്യും, അതിനു വേണ്ടി ആവാം. ഇപ്പം നബിയുടെ കാലത്തുണ്ടായി, ഒരാൾ വന്ന് നബിയുടെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞു. അവൻ നബി ചോദിച്ചു, ഈ അദ്ദേഹത്തിന് ആരാണ് സ്വതക്ക ചെയ്യാനുള്ളത്? അപ്പോൾ ഒരാൾ അദ്ദേഹത്തിന് ഒരു തുക സ്വതക്കയായി നൽകി. ഇത് കണ്ടപ്പോൾ എല്ലാവരും കൊടുത്തു. ഒരാളെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു. ഇസ്ലാമിൽ ഒരു നല്ല നടപടിക്രമം ഒരാൾ തുടങ്ങി വെച്ചാൽ അതിൻ്റെ കൂലി കിട്ടും. അവന് ശേഷം ആരെല്ലാം അത് ചെയ്തുവോ അതിനെല്ലാം കൂലിയും അവന് കിട്ടും. അവിടെ കൂലിയൊന്നും കുറയാതെ തന്നെ എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ സന്ദർഭത്തിലാണ്. അപ്പം ചിലപ്പോൾ അതുണ്ടാവും, ഒരു നന്മക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, ആരും ഇറങ്ങണില്ല, ഒരാൾ മുന്നിൽ അറിയില്ല, ഞാൻ അത്ര തരാം. അപ്പം അത് കാണുമ്പോൾ മറ്റൊക്കെ പിന്നെ ആണ് ഓഫർ ചെയ്യും. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഇഖ്ലാസ് നിലനിർത്താൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. സ്വതക്ക എപ്പോഴും സ്വകാര്യമാക്കണമെന്നില്ല, സ്വകാര്യമാക്കിയ നല്ലതാണ്. എന്നാൽ പരസ്യപ്പെടുത്തിയാലും അതിനും പുണ്യമുണ്ട്. പക്ഷെ മനസ്സ് മാറിയാൽ നഷ്ടമായി മാറും എന്ന് മാത്രം. പേരിനും പെരുമക്കും ഞാൻ ചെയ്യുന്നുണ്ട് അറിയട്ടെ, എൻ്റെ പേരവിടൊക്കെ വരട്ടെ എന്ന നിലക്കാണെങ്കിൽ പിന്നെ ആ പേര് വരുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു സഹോദരൻ്റെ കൂടെ അവൻ്റെ ആവശ്യപൂർത്തികത്തിനായി ഇറങ്ങുക എന്നത് ഒരു മാസം മദീന പള്ളിയിൽ എഴുത്തികാഫിക്കുന്നതിനേക്കാളും നബിക്ക് ഇഷ്ടമുള്ള കാര്യമാകുന്നു.